നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ചർച്ച ചെയ്യുന്നത് കർക്കിടക മാസത്തിലെ വിശേഷപ്പെട്ട ദിനങ്ങളെക്കുറിച്ചാണ്. ജൂലൈ 17-ാം തീയതി, അതായത് 1200 കർക്കിടകം 1-ാം തീയതിയാണ് കർക്കിടക മാസാരംഭം. യഥാർത്ഥത്തിൽ 2025 കർക്കിടക മാസം 16-ാം തീയതി, അതായത് 1200 മിഥുനം 32-ാം തീയതി തന്നെ കർക്കിടക മാസം വൈകിട്ട് 5 മണി മുതൽ ആരംഭിച്ചിരുന്നു. സൂര്യൻ കർക്കിടക രാശിയിൽ സംക്രമിച്ച് വരുന്ന കർക്കിടകരവി സംക്രമമാണ് കർക്കിടക മാസം. 31 ദിനമാണ് കർക്കിടക മാസം ഉള്ളത്. ഈ വർഷം 32 വരെ ആകാറുണ്ട്. ഇവിടെ കർക്കിടക മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം കർക്കിടകം 1 തന്നെയാണ്. രാമായണ മാസ ആരംഭമാണ് കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത. കാരണം പഴയകാലത്ത് വറുതിയുടെയും ക്ലേശങ്ങളുടെയും പട്ടിണിയുടെയും മാസമാകുന്നു കർക്കിടക മാസം. ഈ സമയത്താണ് വടക്കൻ മലബാറിലൊക്കെ തന്നെ പ്രത്യേക രീതിയിൽ ആഘോഷങ്ങൾ വീട്ടിൽ വന്ന് ഒരു പ്രത്യേക വിഭാഗക്കാർ ചെണ്ട കൊട്ടി പാടിക്കൊണ്ട് ക്ലേശങ്ങളെ അകറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹത്തിന് അരിയും മറ്റ് വിശേഷപ്പെട്ട വിഭവങ്ങളുമൊക്കെ നൽകി നാം വീട്ടിൽ സ്വീകരിക്കും. അത് കഴിഞ്ഞാലാണ് പിന്നെ ചിങ്ങമാസത്തിലാണ് ഓണപ്പൊട്ടൻ വരുന്നത്. അതും ഒരു പ്രത്യേക വിഭാഗക്കാരുടെ ആചാരമാണ്. അന്ന് മുതലാണ് യഥാർത്ഥത്തിൽ സമൃദ്ധിയുടെ ആരംഭം. തിരുവോണം മുതൽ, ചിങ്ങമാസത്തിലെ തിരുവോണം മുതൽ ഒരു സമൃദ്ധിയുടെ ആരംഭമൊക്കെ നാം കണക്കാക്കുന്നത്. ഇവിടെ കർക്കിടക മാസം വറുതി മാസത്തിലുള്ള ക്ലേശങ്ങളെ അകറ്റാനാണ്. വീട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ, ദേവാലയം അഥവാ മന്ദിരമാണ് ക്ഷേത്രം. അപ്പോൾ ദേവാലയങ്ങളിൽ വിശേഷപ്പെട്ട പൂജകൾ, ഗണപതി ഹോമം, 31 ദിവസവും രാമായണ പാരായണം, ഇതുമായി ബന്ധപ്പെട്ടുള്ള ആത്മീയമായ ചർച്ചകൾ, ഇതൊക്കെ ദേവാലയങ്ങളിലും ഗൃഹങ്ങളിലും രാമായണ പാരായണം തുടങ്ങിയ എല്ലാ ആചാരങ്ങളും നാം ചെയ്തു വരുന്നു. അതിൻ്റെ ആരംഭം കർക്കിടകം 1-ാം തീയതിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം ഈ കർക്കിടക മാസാരംഭം തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ കർക്കിടക മാസത്തിൽ പ്രധാനമായി വരുന്ന പ്രത്യേകതയുള്ള ദിനം ജൂലൈ മാസം 21-ാം തീയതി, അതായത് കർക്കിടക മാസം 5-ാം തീയതി തിങ്കളാഴ്ച കറുത്തപക്ഷത്തിലെ ഏകാദശി വ്രതമാണ്. ഏകാദശി വ്രതം അധിക വീട്ടമ്മമാരും നോൽക്കാറുണ്ട്. ഭഗവാൻ കൃഷ്ണനുമായി അങ്ങേറ്റം അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഏകാദശി വ്രതം. അതിൽ പ്രത്യേകിച്ച് വൈകുണ്ഠ ഏകാദശിയൊക്കെ വരുന്നുണ്ട്. ഇത് കർക്കിടക മാസത്തിലെ ഏകാദശിയാണ്. എല്ലാ കർത്തവാവിലും ഗുരുവായൂരിൽ പോകും ഭക്തർ. അമ്മയായാലും അച്ഛന്മാരായാലും ഗുരുവായൂരിൽ പോയി അവിടെ കൃഷ്ണനി ഏകാദശി വ്രതം നോക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, പഞ്ചാംഗത്തിൽ നിങ്ങൾ കാണും എപ്രകാരമാണ് ഏകാദശി വ്രതം നോക്കേണ്ടത് എന്നുള്ള വിഷയങ്ങളൊക്കെ. അത് കഴിഞ്ഞാൽ കർക്കിടക മാസത്തിലെ വാവുബലി കർമ്മം അങ്ങേയറ്റം പ്രാധാന്യമാണ്. 3 പ്രധാനപ്പെട്ട വാവുകളാണ് കർക്കിടക മാസത്തിലെ കറുത്ത വാവ്, അപ്രകാരം തുലാമാസത്തിലെ വാവ്, ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് കുംഭമാസത്തിലെ വാവ്. ഇതാണ് പ്രധാനമായും നാം ആചരിച്ചു വരുന്നത്. അതിനാൽ ഇപ്രാവശ്യം കറുത്ത വാവ് വരുന്നത് 2025 ജൂലൈ മാസം 24-ാം തീയതി, അതായത് കർക്കിടക മാസം 8-ാം തീയതി വ്യാഴാഴ്ചയാണ്. അതിനാൽ ബുധനാഴ്ച തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഭക്തർ ഒരിക്കലെടുത്ത് ഒരു നേരം ഭക്ഷണം കഴിച്ച് രാത്രിയൊക്കെ വളരെ ഭക്തിപൂർവ്വം പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് പിറ്റേന്നാൾ രാവിലെ ചിലർ തലേ ദിവസം തന്നെ, കർക്കിടക വാവിൻ്റെ തലേ ദിവസം തന്നെ പിതൃകർമ്മങ്ങൾ, പിതൃക്കളെ വെള്ളിപ്രതിമയിലൊക്കെ ആവാഹിച്ച് പിറ്റേന്നാൾ തിരുനെല്ലി മുതലായ ക്ഷേത്ര സങ്കേതങ്ങളിൽ എന്ത് ചെയ്യും? അവിടെ സമർപ്പിക്കും. പക്ഷേ അധിക പേരും, 99% പേരും ഈ തിരക്കിൽ ഈ കർമ്മം ചെയ്യാറില്ല. അന്ന് പിതൃക്കളുടെ സ്മരണ പുതുക്കാൻ വേണ്ടി കർക്കിടക വാവുബലി ശ്രാദ്ധാദി കർമ്മങ്ങളാണ് അനുഷ്ഠിക്കാറുള്ളത്. അതിനാൽ അത് വളരെയധികം പ്രയോജനപ്പെടും ഹൈന്ദവനി. പ്രീത പ്രേതാസ്ത്വമീപിർ വിദധതി സകലാഹ സമ്പദ സന്തതി എന്ന് പ്രമാണം. സന്തുഷ്ടരായ പ്രേതങ്ങൾ ഒരു വ്യക്തിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും സന്താന ശ്രേയസ്സും തരുമെന്നാണ് പ്രത്യേകിച്ച് ഫലം പറഞ്ഞിരിക്കുന്നത്. കോപപ്രേതസ്യ കുര്യാത് തനയ വിഹനനം ച ആമയാതി. പ്രേതങ്ങൾ കോപിഷ്ഠരായാൽ തനയ വിഹനനം, സന്താനങ്ങൾക്ക് അങ്ങേറ്റം ബുദ്ധിമുട്ടുകളുണ്ടാകും. ആമയാദികൾ, ആമയഹ എന്നാൽ രോഗമെന്നർത്ഥം, അനാമയഹ ആരോഗ്യം, ആരോഗ്യ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. അതിനാലാണ് നാം പിതൃകർമ്മം ചെയ്യാൻ പ്രത്യേകം പറയുന്നത്. അതിനാൽ കർക്കിടക മാസം 8-ാം തീയതി വ്യാഴാഴ്ച ജൂലൈ 24-ാം തീയതി
പിതൃകർമ്മങ്ങൾ ചെയ്ത് പിതൃക്കളുടെ അനുഗ്രഹം വാങ്ങുക എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ. പിന്നീട് കർക്കിടക മാസം 12-ാം തീയതി, അതായത് ജൂലൈ മാസം 28-ാം തീയതി കർക്കിടക മാസത്തിലെ വിശേഷപ്പെട്ട ഒരു നാഗാരാധനയുണ്ട്. നാഗചതുർത്ഥി എന്ന് പറയും. വളരെ വിശേഷപ്പെട്ട ഒരു ആചാരമാണ്. നിങ്ങൾ ഗൂഗിളിൽ നെറ്റിലടിച്ച് നോക്കുക, അല്ലെങ്കിൽ പഞ്ചാംഗത്തിൽ കാണും. എന്താണ് നാഗചതുർത്ഥി? അവിടെ സർപ്പപ്രീതി ചെയ്താൽ എല്ലാ ഫലങ്ങളും ആ ഭക്തന് ലഭിക്കുന്നു. എന്തിനാണ് സർപ്പപ്രീതി ചെയ്യുന്നത്? സർപ്പപ്രീതിർ അവശ്യമേവ കരണീയം ആരോഗ്യപുത്രാപ്തയെ. നല്ല സൽസന്താനങ്ങൾക്കും പുത്രന്മാരുടെ ആരോഗ്യത്തിനും തങ്ങളുടെ ആരോഗ്യപരമായ വിഷയങ്ങളിലും അങ്ങേയറ്റം നാഗങ്ങൾ പരിവാരം ഒരു കുടുംബത്തിന് സഹായകരമാകും. പഴയകാലത്ത് ഒരുവിധം വീടുകളിലെല്ലാം തന്നെ നാഗാരാധന ഉണ്ടായിരുന്നു. പിന്നീട് ഭൂമി വിസ്തീർണം വരുമ്പോൾ ആ നാഗങ്ങളേക്ക് ആവാഹിച്ച് മറ്റ് ദേവാലയങ്ങളിൽ സമർപ്പിക്കുകയാണ് ചെയ്യാറ്. എന്നിട്ട് വാർഷികമായി അവിടെ നാഗങ്ങൾക്കുള്ള സർപ്പബലിയോ ആയില്യപൂജയോ ഒക്കെ ചെയ്യും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഗുരുനാഥൻ്റെ കൂടെ ഊട്ടിയിൽ ഒരു വലിയ വ്യക്തി, അദ്ദേഹത്തിൻ്റെ 60 ഏക്കർ ഭൂമി അത് അദ്ദേഹത്തിന് റിസോർട്ടായി മാറ്റേണ്ട ആവശ്യകത വന്നു. വലിയ സമ്പന്നനാണ് അദ്ദേഹം. അവിടെയുള്ള നാഗങ്ങളെയൊക്കെ തന്നെ ഇപ്രകാരം തന്നെ എന്ത് ചെയ്തു? അവിടെ നിന്നും സ്ഥലത്തു നിന്നും ആവാഹിച്ചു. അതിനു മുമ്പേ ഞങ്ങളവിടെ 2 ദിവസം സ്വർണ്ണപ്രശ്നം നടത്തി. ഇതുകൊണ്ട് ആ വ്യക്തിക്കോ തങ്ങളുടെ ഭാര്യാ സന്താനങ്ങൾക്കോ ബുദ്ധിമുട്ട് വരുമോ എന്ന് ചിന്തിച്ചു. അപ്രകാരം വലിയ ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല. അതിനുശേഷം ഈ നാഗങ്ങളെ ആവാഹിക്കുന്ന സമയത്തും ഞാൻ പോയിരുന്നു, ജ്യോത്സ്യൻ എന്ന നിലക്ക് കബഡി വെക്കാനൊക്കെ. അദ്ദേഹം അത് വലിയ മനോഹരമായ റിസോർട്ടാക്കി മാറ്റി. ആ സർപ്പദോഷങ്ങളൊക്കെ ദുരിതങ്ങളൊക്കെ അന്ന് വെട്ടിക്കോട്ട് സർപ്പക്ഷേത്രത്തിലായിരുന്നു സമർപ്പിച്ചത്. വാർഷികമായി അവിടെ അദ്ദേഹം വലിയ രീതിയിലുള്ള ആയില്യപൂജ നടത്താറുണ്ട്. ഇപ്രകാരം മനുഷ്യവാസം കൂടുമ്പോൾ, ഭൂമിയുടെ അപര്യാപ്തത വരുമ്പോൾ അധികം ധർമ്മദേവ സങ്കേതങ്ങളിൽ നിന്നും മേൽപ്പറഞ്ഞ ദേവതകളെ ഒരു ജ്യോത്സ്യൻ്റെ സഹായത്തോടുകൂടി കബഡി വെച്ച് നോക്കി താമ്പൂലപ്രശ്നമോ സ്വർണ്ണപ്രശ്നമോ ഒക്കെ നോക്കിയിട്ടാണ് സാധാരണ നാം ഇതൊക്കെ ചെയ്യാറുള്ളത്. അപ്രകാരം ചെയ്യണം. കാരണം കോപസ്യ കാരണം കോപശമനായ പ്രതിക്രിയ. ദേവതകൾക്ക്, ധർമ്മദേവതകൾക്ക് കോപം വന്നാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അതിനു മുമ്പ് അതൊക്കെ ചെയ്ത് പ്രതിക്രിയ പരിഹാരമൊക്കെ ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുക. ഏതായാലും നാഗപഞ്ചമിയും വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മുടെ മലയാളികൾ ആചരിക്കാറുണ്ട്. അതിനു വേണ്ട കാര്യങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചെയ്യുക. ജൂലൈ മാസം 30-ാം തീയതി, അതായത് കർക്കിടക മാസം 14-ാം തീയതി വരുന്ന ഷഷ്ഠിവ്രതമാണ്. വെളുത്തപക്ഷത്തിലെ ഷഷ്ഠിയാകുന്നു വന്നു. ഷഷ്ഠിവ്രതത്തെപ്പറ്റി വളരെ സവിസ്തരം ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കാണണം. DR മാരാർജിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഷഷ്ഠിവ്രതം ആചരിക്കുമ്പോൾ തലേന്നാൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ പിന്നെ നാം അരിഭക്ഷണം കഴിക്കാറില്ല. ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ജ്യൂസസ് ഒക്കെ കഴിച്ച് ഓം വജദ്ഭുവേ നമഃ എന്ന സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രം ജപിച്ച് പിറ്റേന്നാൾ കാലത്ത് സുബ്രഹ്മണ്യന് നല്ല ഇച്ചിരി വെള്ളം കൂടിയ അരിപ്പായസം തയ്യാറാക്കി ഏലക്കായൊക്കെ ഇട്ട് അപ്രകാരം വളരെ സൂക്ഷ്മതയോടുകൂടി നിഗൂഢമായി പായസമൊക്കെ ഉണ്ടാക്കി സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോ വെച്ച് ഓം വജദ്ഭുവേ നമഃ എന്ന രീതിയിൽ വീട്ടമ്മ വളരെ വൃത്തിയും ചിട്ടയോടുകൂടി ഷഷ്ഠി വ്രതം അനുഷ്ഠിക്കണം. സുബ്രഹ്മണ്യ പൂജ ചെയ്യണം. അതോടുകൂടി തൻ്റെ സന്താനങ്ങളുടെ പഠനം, അവരുടെ വിവാഹം, അവരുടെ യാത്രകൾ, ഇതിനൊക്കെ തന്നെ സുബ്രഹ്മണ്യ പ്രീതി വളരെയധികം സഹായകരമാകും. ഓം വജദ്ഭുവേ നമഃ എന്നാകുന്നു മൂലമന്ത്രം. ഷഷ്ഠിവ്രതം കഴിഞ്ഞ് പിന്നെ കർക്കിടക മാസത്തിലൊരു വിശേഷപ്പെട്ട ദിനം ഓഗസ്റ്റ് 8 കർക്കിടകം 24-ാം തീയതിയുള്ള രക്ഷാബന്ധൻ ദിനമാകുന്നു. ആവണി അവിട്ടം എന്ന് പറയുന്ന അവിട്ടം നക്ഷത്രത്തിലാണ് രക്ഷാബന്ധനം സാധാരണ ചെയ്യുക. അന്ന് വൈകിട്ട് അവിട്ടം നക്ഷത്രം ആരംഭിക്കുകയാണ്. ഇന്ന് കേരളത്തിലും വളരെയധികം പ്രാധാന്യം വന്നു രക്ഷാബന്ധൻ മഹോത്സവത്തിന്, അല്ലേ? സാഹോദര്യ ബന്ധം ഊട്ടി ഉറപ്പിക്കാനാണ് രക്ഷാബന്ധൻ എന്ന ആ മഹത്തായ ചടങ്ങ് നടത്തുന്നത്. പരസ്പരം കൈകളിൽ ആ രക്ഷാബന്ധനം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി, സാഹോദര്യ ബന്ധത്തിന് ദൃഢതയ്ക്ക് വേണ്ടി പരസ്പരം രക്ഷാബന്ധനവുമായി ബന്ധപ്പെട്ട നൂൽ കൈമാറി കെട്ടുന്ന ഒരു വിശേഷപ്പെട്ട ചടങ്ങാകുന്നു. ഏതായാലും കർക്കിടക മാസം ധാരാളം ആചാരങ്ങളാൽ സമ്പുഷ്ടമാണ്. ഭാഗഭാക്ക ആകാൻ ഓരോ ഹൈന്ദവനും ഉത്സാഹം കാണിക്കുക. നന്ദി, നമസ്കാരം.